കണ്ടതും കേട്ടതും എന്ന് പറയുന്നത് എൻ്റെ ജീവിത അനുഭവങ്ങളാണ്. അപ്പോൾ അതിൽ റേറ്റിംഗ് കുറഞ്ഞതുണ്ടാവും, റേറ്റിംഗ് കൂടിയതുണ്ടാവും. അതൊക്കെ സ്വാഭാവികമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ കടന്നുപോയ വഴികൾ, അല്ലെ കടന്നുപോയ കണ്ട സംഭവങ്ങൾ, അല്ലെ കേട്ട സംഭവങ്ങൾ, കേട്ട സംഭവം വരുമ്പോൾ വിശ്വസനീയം കൂടെ ആയിരിക്കണം. അതൊക്കെ ഞാൻ പറയും. ഇനിയും പലതും ഞെട്ടാനുണ്ട് ഉള്ള കാര്യങ്ങൾ ധാരാളമുണ്ട്. ഞാൻ പറയുന്നതെല്ലാം എല്ലാം കൂടെ ഒന്നിച്ച് ഇങ്ങനെ പടപെടാന്ന് പറയലല്ല. ഓരോ സംഭവങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് ഇപ്പോൾ ഞാനൊരു ആത്മകഥ എഴുതുകയാണെങ്കിൽ ഇത് എഴുതിയാൽ ആർക്കും പരാതിയില്ല. അത് റേറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഞാൻ എൻ്റെ ആത്മകഥ ബുക്കാക്കുന്നതിന് പകരം ഞാൻ ഇതിൽ കൂടെ പറയുന്നതേ ഉള്ളൂ എനിക്കുള്ള അനുഭവങ്ങൾ. അതിൽ റേറ്റിംഗ് കൂട്ടാനുള്ള തന്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പലതും നിങ്ങൾക്ക് ചിലത് ഇഷ്ടപ്പെടും, ചിലത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വരും. അത് ശരിക്കും ഒരു ആത്മകഥയിൽ പറയുന്ന പോലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിലെ കാര്യങ്ങളിൽ കൂടെ ഞാൻ ഇടപെടും എന്ന തീരുമാനമെടുത്തിട്ടുണ്ട്. അതിലും പറയും. എനിക്ക് തോന്നുന്നു താങ്കൾ പറഞ്ഞു വെച്ചു മാലബിഷപ്പ് പറയുമ്പോൾ ഒരു തമാശ രീതിയിലേക്കായി പോയോന്ന്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന നടൻ നമ്മളെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു നടനാണ്. അദ്ദേഹത്തിൻ്റെ എളിമ, ഞാൻ ഇതുമായിട്ട് താങ്കളുടെ വീഡിയോ കണ്ടതിന് ശേഷം ഞാൻ പല പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചു. അവരൊക്കെ എന്നോട് പറയും ഇത്രയും എളിമയുള്ള ഒരു മനുഷ്യൻ ഇല്ല എന്ന് തന്നെ. അത്ര എളിമയാണ് അദ്ദേഹത്തിന് രഞ്ജിത്ത് പോലെ അല്ലേ, രഞ്ജിത്തിന് പൊതുവെ പറയുന്നത് മാടമ്പിത്തരം ഉണ്ടെന്നൊക്കെ പറയുന്നു. പറഞ്ഞു കേട്ടാണ്, എനിക്ക് അനുഭവമില്ല, പറഞ്ഞു കേട്ടു മാടമ്പിത്തരമുണ്ട്, വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അങ്ങനെ ഒരു മാടമ്പിത്തരമാണ് രഞ്ജിത്ത് എന്നൊക്കെ പറഞ്ഞു കിട്ടും. എനിക്ക് അനുഭവമില്ല എന്ന് ഞാൻ പറയുന്നു. ആ രഞ്ജിത്ത് അദ്ദേഹത്തെ മർദ്ദിച്ചു, ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് താങ്കൾ പറയുന്നത്. അത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു, സോഷ്യൽ മീഡിയയും സാറ്റലൈറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് പോവുകയാണെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും പറയാൻ, അതിൽ കൂടുതൽ പറയാനുണ്ടോ? എന്തിനാണ് അങ്ങനെ ഒരു സംഭവിച്ചത്? അതിൽ കൂടുതൽ പറയാനുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾ ഇതിനെക്കുറിച്ച് പല പ്രൊഡ്യൂസർമാരുമായിട്ട് സംസാരിച്ചിരുന്നു, കണ്ടിരുന്നു എന്ന് പറഞ്ഞ് അവരെല്ലാം ഇത് തെറ്റാണെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ നടന്നിട്ടില്ലെന്നോ എന്തെങ്കിലും താങ്കളോട് പറയുകയുണ്ടായോ? ഇല്ല, ഇങ്ങനെ നടന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ പ്രശ്നം തീർന്നു എന്നും പറയുന്നു. ഞാൻ അതിലോട്ടൊന്നും കടന്നില്ലല്ലോ. ഞാൻ പറയുന്നത് പ്രശ്നം തീർന്നോ അല്ലെങ്കിൽ അതോ ഒന്ന് മറ്റേ എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ളതല്ല. പിന്നീട് അവർ തുടർന്നില്ലയോ അല്ലെ അടുത്ത പടത്തിൽ ഇട്ടല്ലോ, അതൊന്നുമല്ല. അടിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട സംഭവം ഒരു വൃദ്ധന് അല്ലെങ്കിൽ ഒരു കിഡ്നി ഡാമേജ് ആയിരിക്കുന്ന ഒരു മനുഷ്യന്, ആരോഗ്യ പ്രശ്നമുള്ള ഒരു മനുഷ്യന്, എഴുന്നേറ്റ് നിൽക്കാനാവതില്ലാത്തൊരു മനുഷ്യന് അടിച്ച് നിലത്തിട്ടു. നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞു എന്ന് പറയുന്നു. ഇന്നസെന്റ് ഒരിക്കൽ പറഞ്ഞത് പല മീഡിയയിൽ, ഇത് സോഷ്യൽ മീഡിയയിൽ കിടപ്പുണ്ട്. ഒരു വൃദ്ധനായ മനുഷ്യന്, ആരോഗ്യമില്ലാത്തൊരു മനുഷ്യന് ഒരു സംവിധായകൻ അടിച്ച് നിലത്തിട്ടു. കമഴ്ന്ന് വീണെന്നാണ് ഇന്നസെന്റ് പറഞ്ഞത്. നേരെ കമഴ്ന്ന് വീണെന്നാണ് ഇന്നസെന്റ് പറഞ്ഞിരിക്കുന്നത്. അടി കൊണ്ടിട്ട് ഇങ്ങനെ സാധാരണ ഞാൻ സൈഡിലോട്ടോ ഇങ്ങോട്ടോ അല്ല വീണ്, നേരെ മുമ്പോട്ട് വീണ് പോയി. അത് ഇത് പോയതുകൊണ്ടാണ്, ഓർമ്മ പോയതുകൊണ്ടാണ് ടക്കെന്ന് നേരെ മുമ്പോട്ട് വീണെന്നാണ് ഇന്നസെന്റ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അന്ന് ആളുകളെല്ലാം പറഞ്ഞു ഇത് തിലകനെയാണ്. ആരും ഒരിക്കലും ഒരു ചിന്തയിൽ പോലും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വന്നിട്ടില്ല. അങ്ങനെ പോയി, പേര് പറഞ്ഞിട്ടില്ല. ഇത് പേര് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇത് ഒരു ചാനലിൽ പറഞ്ഞിരുന്നു. ക്രൈം നന്ദകുമാർ ഈ വിവരം വിളിച്ചു പറഞ്ഞിരുന്നു. അതും ആരും ശ്രദ്ധിച്ചില്ല. അത് അങ്ങേര് പറയുന്നത് വെറുതെയാണെന്ന് വിചാരിച്ചു. ഇതേപോലെ രഞ്ജിത്ത് എന്ന ആള് ഇന്ന ഒടുവിൽ ഉണ്ണികൃഷ്ണനായിട്ട് അടി കൊടുത്തു. ഇത് സകലര് എന്നോട് എല്ലാവരും പറയുന്നത് എങ്ങനെയാണ്, ഇത് നിങ്ങളൊക്കെ അല്ലേ ചോദിക്കുന്നത്, സംഭവിച്ചു ശരിയാണോ എന്നല്ലേ. ബാക്കി സിനിമാക്കാരൊക്കെ എൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നത് എങ്ങനെയാണ്, വിളിച്ചിട്ട് പറയും ഹലോ ഇത് ഞാൻ അന്ന് തന്നെ അറിഞ്ഞതാണ്. എൻ്റെ അടുത്ത് അത് മറ്റേ സായികുമാർ പറഞ്ഞു, മറ്റവർ പറഞ്ഞു, ആ സെറ്റിലുള്ളവർ പലരും പറഞ്ഞതായിട്ടാണ് എല്ലാവരും പറയുന്നത്. ആരും ഇത് ശരിയാണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. ഇത് ശരി തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അവരെല്ലാം അറിഞ്ഞിട്ടുണ്ടെന്നും പറയുന്നത് സിനിമയിൽ. ഇത് ഞാൻ പറഞ്ഞ് അറിഞ്ഞില്ല, നിങ്ങളെന്താണ് ഇത്ര നാളും മറച്ചു വെച്ചത്? ഇത് സിനിമ ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ മീഡിയയുടെ മുമ്പിൽ വന്നപ്പോൾ, ഞാൻ വന്ന് പറഞ്ഞപ്പോൾ അത് വിശ്വാസത്തിലെടുക്കുകയും ആളുകളത് വിശ്വാസത്തിലെടുക്കുകയും അത് അതിനെ തുടർന്ന് വലിയൊരു വൈറലായി മാറുകയും ചെയ്തു. കാരണം ആളുകളുടെ രോഷം, അദ്ദേഹത്തിനോടുള്ള സ്നേഹമാണ് ആ രോഷത്തിന് കാരണം. അപ്പം അദ്ദേഹം ഒരു ചെറുപ്പക്കാരനെ ഒരു നല്ലൊരു ദൃഢഗാത്രനായ ഒരു ചെറുപ്പക്കാരനെ തല്ലിയിരുന്നെങ്കിൽ വാർത്തയാവത്തില്ല, അതൊന്നും ആരെങ്കിലും കാര്യമാകത്തില്ല. അതൊന്നും ഒടുവിൽ ഉണ്ണികൃഷ്ണനോടുള്ള സ്നേഹവും അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും പരിഗണിക്കുമ്പോൾ അത് വലിയൊരു മോശമായി പോയിരുന്നു. ഞാനൊരു കാര്യം പറയാം. ഞാൻ രഞ്ജിത്തുമായിട്ട് അതുവരെ സംസാരിക്കുന്ന ആളും വളരെ പരിചയമുണ്ടായിരുന്ന ആളുമാണ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ രാജീവ്, എൻ്റെ ഇന്ത്യൻ സെക്കൻഡ് പാർട്ടിൻ്റെ കഥ എഴുതിയ രാജീവാണ്. ഞാൻ അത്ര അടുത്ത സുഹൃത്ത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം കിഡ്നി ഡാമേജ് വന്നാൽ മരിച്ചത്.
അപ്പം ഞാൻ വളരെ സൗഹൃദമാണ്. പക്ഷേ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ തല്ലിയത് ശേഷം ഞാൻ ഒരിക്കലും ജീവിതത്തിൽ രഞ്ജിത്തുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞാൻ മാറിക്കളയും. കാണുമ്പം അദ്ദേഹത്തിൻ്റെ അഹങ്കാരം കാര്യങ്ങൾ അദ്ദേഹം ചെയ്തോട്ടെ, പക്ഷേ എനിക്ക് അത് മനസ്സിൽ ഇങ്ങനെ കിടപ്പുണ്ട് വിങ്ങിപ്പൊട്ടി. പിന്നെ ഞാൻ എന്തുകൊണ്ട് കയറി അടിച്ചില്ല, എന്തുകൊണ്ട് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് ഇതിനകത്ത്. ഇവിടെ ഒരു യൂണിറ്റിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അവർക്ക് ഷൂട്ടിംഗ് തുടരണ്ടേ? അവരെ രമ്യതയിൽ പരിഹരിക്കാനല്ലേ എല്ലാവരും നോക്കുകയുള്ളൂ. കാരണം കോടികൾ മുടക്കി മോഹൻലാലിൻ്റെ പോലുള്ള ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പം അതിലൊരു ഇഷ്യൂ ഉണ്ടായാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ നിർമ്മാതാക്കൾ വന്ന് പരിഹരിച്ച് അവർക്ക് ഷൂട്ടിംഗ് തുടർന്നുകൊണ്ട് പോകണം. അതിലൊരാൾ പോയാൽ ഈ ഷൂട്ടിംഗ് എല്ലാം മുടങ്ങും. ഒടുവിൽ പോയാൽ ആ ഷൂട്ടിംഗ് തീരും. രഞ്ജിത്ത് പണങ്ങി പോയാൽ നടക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എപ്പോഴും പ്രൊഡ്യൂസർ സൈഡിൽ നിന്ന് രമ്യമായി പരിഹരിച്ച് മുന്നോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അതിനിടയ്ക്ക് ഞാൻ കയറി അടി കൊടുക്കാനോ പിടിക്കാനോ അല്ലെ കണ്ടു നിൽക്കുന്നവരൊന്നും അതിന് മുതിരത്തില്ല. തെറ്റായിപ്പോയെന്ന് പറയും, അത് തെറ്റായി, അത് ശരിയായില്ല, അതിന് പ്രതിഷേധമുണ്ട്, ഞങ്ങൾക്ക് ഉള്ളിൽ വിഷമമുണ്ടെന്ന് പറയും. പക്ഷേ ഈ സംഭവം നടന്ന ഉടനെ തന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഉടൻ തന്നെ സ്ഥലം വിട്ടു. ഉടൻ തന്നെ എല്ലാവരും കൂടെ കയറ്റി അദ്ദേഹത്തിന് വണ്ടി കയറ്റി വിട്ടു. വണ്ടി കയറ്റി കരഞ്ഞുകൊണ്ടാണ് പോയത്. പക്ഷെ പോയി കഴിഞ്ഞ് 2 ദിവസത്തേക്ക്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 1-2 ദിവസത്തേക്ക് അദ്ദേഹത്തിൻ്റെ വർക്ക് വെച്ചില്ല. അദ്ദേഹം നോർമലായിട്ട് വരാൻ വേണ്ടി. പിന്നീടാണ് എല്ലാം പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അതിനുശേഷം അദ്ദേഹം വലിയ ഒരു മ്ലാനത ഉണ്ടായിരുന്നു എന്നുള്ള സത്യം. അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഇപ്പോൾ രഞ്ജിത്തിനോടുള്ള ഇത് വെച്ചോ അല്ലെങ്കിൽ ഇത് വൈറലാക്കി എനിക്ക് കുറച്ച് യൂട്യൂബിൽ ആൾ വരുമെന്ന് വിചാരിച്ചൊന്നും അല്ല. എല്ലാ സംഭവങ്ങളും ഞാൻ പറയും, പലതും ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ. ഇതുപോലുള്ള ഇപ്പം ഇതൊരെണ്ണമല്ലേ പറഞ്ഞുള്ളൂ, ഇനി എന്തെല്ലാം കിടക്കെന്ന് പറയാൻ ഇനിയുണ്ട്. അയ്യോ, അതാണ് പറഞ്ഞത്. ഇതെന്ന് സിനിമ ഇതെന്ന് പറയുന്നത് ഇപ്പോഴല്ലേ എല്ലാം തുറന്ന് ആളുകൾ അറിഞ്ഞു വരുന്നത്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴല്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെ ഇവരൊക്കെ കുഴപ്പക്കാരുണ്ടെന്നുള്ള ജനം അറിഞ്ഞത്. എന്ന് പറഞ്ഞ പോലെ ഇപ്പം ഞാനും തുറന്നു പറയുമ്പോൾ ഇതെല്ലാം അറിയും, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അത്ഭുതത്തോടെയാണ് ആളുകൾ നിൽക്കുന്നത്. ഇങ്ങനെ നടക്കുമോ, ഇതെന്താണ്, ശരിയാണോ, ഇങ്ങനെ ചുമ്മാ പറയുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. പിന്നെ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ മർദ്ദിക്കാനുള്ള കാരണം എന്താണ്? കാരണം എന്ന് ഞാൻ അതിനകത്ത് പറഞ്ഞത്, നിങ്ങൾ തമാശ എന്ന് പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്ന്. ആ തമാശ എന്ന് പറയുന്നത് ഞാൻ വിശദീകരിക്കാതെ പോയത്, ഞാൻ അതൊരു കാര്യം അതിനകത്ത് വിഷയമില്ല എന്ന് വിചാരിച്ചാണ്. ഞാൻ ഇത്രയും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ഞാൻ ഓർത്തില്ല ഇത് പറയുമ്പോൾ ഇത്രത്തോളം വരുമെന്നുള്ള. ഞാൻ സാധാരണ പറയുന്ന പോലെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ഇതിനകത്ത് തമാശ എന്ന് പറയുന്നത് അവാർഡ് സിനിമകളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവർ തമ്മിൽ നടന്നത്. രഞ്ജിത്തും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ തമ്മിൽ നടന്നത്. അപ്പോൾ രഞ്ജിത്ത് അപ്പോൾ ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ഒരു ഭയങ്കര ഈ അടൂർ ഗോപാലകൃഷ്ണൻ ഭക്തനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളോട് വലിയ സ്നേഹവും വലിയ ഇതൊക്കെയാണ്. ഞാൻ ഈ ചർച്ച ചെയ്യുമ്പോൾ ഞാനില്ല, ഇത് പിന്നീട് അവിടെ നിന്ന് കേട്ടത്, അതാണ് കണ്ടതും കേട്ടതുമാണ് പറയുന്നത്. അവിടെ നിന്ന് അറിഞ്ഞ വിവരമാണ്. അപ്പോൾ എന്താണ് കാര്യമെന്ന് അറിയുമ്പോൾ പറയാം അത് അവാർഡിനെ പറ്റി പുള്ളി. അപ്പോൾ ഇയാൾ ഉറച്ചു നിൽക്കുകയാണ്. ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹവും ഒരു അവാർഡ് പ്രതീക്ഷിക്കുന്ന ആളും അന്നത്തെ ഒരു വലിയ സോഷ്യൽ സിനിമയുടെ പറ്റാതെന്നൊക്കെ പറഞ്ഞിരിക്കുന്ന അത് ഏതാണ്ട് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അംഗീകരിച്ചു കൊടുക്കാതെ ഇദ്ദേഹത്തെ പുകഴ്ത്തിയതാണ് ഈ അടി കിട്ടാനുള്ള കാരണമെന്നാണ്. അടൂർ ഗോപാലകൃഷ്ണന് വേണ്ടി വാദിച്ച് അടി മേടിച്ചെന്നാണ് ഞാൻ അന്നറിഞ്ഞത് സംഭവം. അതൊക്കെ പിന്നെ വലിയ പ്രസക്തി ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ മിണ്ടാതിരുന്നത്. അതിനൊന്നും കാര്യം എന്തോ ഒരു തമാശയെന്നോ, അത് ഒരു തമാശ രൂപേണയാണ് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ചത്. അവാർഡ് കാര്യത്തിന് വേണ്ടി മാത്രമാണെന്നുള്ളത് 100% ഉറപ്പാത് ഈ വഴക്കുണ്ടായത്. അല്ലാതെ തന്തയ്ക്ക് വിളിയോ കളിയാക്കുകയോ അതൊന്നുമല്ല. ഇത് ബേസ് സംഭവം എന്ന് വെച്ചാൽ അവാർഡിന് വേണ്ടിയുള്ള പ്രശ്നം. അതാണ് തർക്കത്തിൻ്റെ കാരണം.